മടങ്ങിയെത്താം. ഇപ്പോൾ ശ്രീ ജനീഷ് കുമാർ MLA നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ KU ജനീഷ് കുമാർ, ഒരു വലിയ ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്. അതും അപകടകരമായ സ്ഥിതിയിലാണ് ഇപ്പോഴും സാഹചര്യങ്ങൾ. ഇപ്പോൾ 7 മണിക്ക് തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന് കരുതിയിരുന്നു. എത്രത്തോളം അനുകൂലമാണ് അതിന് സാഹചര്യങ്ങൾ? എന്താണ് ഈ ദുരന്ത നിവാരണ സേനയുടെയും ഒക്കെ ഒരു വിലയിരുത്തൽ ഇപ്പോൾ എങ്ങനെയാണ്? NDRFന്റെ ടീം എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ രംഗത്തുള്ള ചില വിദഗ്ധരുമെല്ലാം എത്തിയിട്ടുണ്ട്. പോലീസിന്റെയും എല്ലാം വിവിധ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഓഫീസർമാരുൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ തെരച്ചിൽ ആരംഭിക്കാൻ വേണ്ടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഇന്നലത്തെ അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇളകിയിരിക്കുന്ന പാറകൾ നീക്കം ചെയ്തതിനു ശേഷം മാത്രമേ താഴേക്ക് കടന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയൂ എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. രാവിലെ തന്നെ ഭാരമേറിയ പാറക്കല്ലുകളാണ്, നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ അത് കണ്ടാൽ അറിയാം. അത് മാറ്റാൻ ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള സംവിധാനങ്ങൾ പോരെന്ന് വരും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കേണ്ടി വരില്ലേ? അതിനെ ചില വിദഗ്ധരെല്ലാം തന്നെ ആ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയുന്ന ആളുകളും ഇത്തരം മേഖലകളിൽ രക്ഷാദൗത്യത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകളുമെല്ലാം അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. രാവിലെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവര് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും NDRF ടീമുകളുമെല്ലാമായി ചേർന്ന് ആ കാര്യങ്ങൾ വേണ്ട വ്യക്തത വരുത്തി മാത്രമേ, സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ രക്ഷാദൗത്യത്തിലേക്ക് കടക്കത്തുള്ളൂ. ഈ മേഖലയിൽ അവിടെ മാത്രം ഏതാണ്ട് 10ഓളം പാറമടകൾ ഉണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമ്പോഴാണ് സ്വാഭാവികമായും അതേപ്പറ്റി കൂടുതൽ ചർച്ചകളൊക്കെ ഉണ്ടാവുക. ഇങ്ങനൊരു ഇപ്പോഴും പാറ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, ആ മേഖലയിൽ ഈ ഖനനം എത്രത്തോളം ഒരു വലിയ റിസ്ക് ഉണ്ടാക്കുന്നുണ്ട്? ഇത് കുറെ വർഷങ്ങളായിട്ടുള്ള ഒരു പാറമടയാണ്. ഏക്കർ കണക്കിന് സ്ഥലത്ത് ഉള്ള പാറയാണ്. അതിന്റെ നടത്തിപ്പും ലൈസൻസും സംബന്ധിച്ചെല്ലാം ഒരു പ്രാഥമിക പരിശോധന മാത്രമാണ് ജില്ലാ ഭരണകൂടം നടത്തിയിട്ടുള്ളത്. ആ പ്രാഥമിക പരിശോധനയിൽ കോടതിയിൽ നിന്നും ഇവർ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ലൈസൻസ് നേടിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അത് പൂർണ്ണമായി ആ ക്രഷർ പ്രവർത്തിക്കാനുള്ള ലൈസൻസ് അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ വിശദമായ വിവരങ്ങൾ കൂടുതൽ ജിയോളജി വകുപ്പിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഇന്ന് സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അവരെല്ലാം വന്ന് അതിനെ സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ചെങ്കിൽ മാത്രമേ അത് സംബന്ധിച്ച് നമുക്ക് കൂടുതൽ വ്യക്തതയോടെ വർത്തമാനം പറയാൻ വേണ്ടി കഴിയൂ. അതെ, തീർച്ചയായും. അതെ, എന്നാലും ഒരു ജാഗ്രത ഇപ്പോൾ പ്രദേശത്ത് അങ്ങനെയുള്ള കേന്ദ്രങ്ങൾ ഇനിയും ഉണ്ടെങ്കിലൊക്കെ നമ്മളൊരു ഭൂമിശാസ്ത്രപരമായി ഒരു റിസ്ക് കണ്ടുപിടിച്ചാൽ പിന്നെ നമ്മൾ അതിൽ ഒരു ജാഗ്രത പാലിക്കുക എന്നതാണ്. കൂടുതൽ പരിശോധനകളൊക്കെ ആ മേഖലയിൽ നടത്തുന്നതിലേക്ക് പോവില്ലേ? തീർച്ചയായും. ഇത് ഇപ്പോ ജീവനക്കാരുടെ, തൊഴിലാളികളുടെ എല്ലാം സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ ഇത്തരം ക്രഷറുകളാണെങ്കിലും മറ്റുമെല്ലാം പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് ബോധ്യപ്പെടുത്തുന്ന കൂടിയാണ് ഇത്തരം അപകടങ്ങൾ. നമുക്കറിയാം, ഇങ്ങനെ പാറകൾ ഇളകി നിൽക്കുന്നതിന്റെ അടിവാരത്തിൽ നിന്നാണ് ഈ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അതെല്ലാം വ്യക്തതയോടെ പരിശോധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. വളരെ നന്ദി ശ്രീ ജനീഷ് കുമാർ, രാവിലെ ഞങ്ങളോട് പ്രതികരിച്ചതിന്. എന്തായാലും രക്ഷാപ്രവർത്തനം എത്രയും വേഗം തുടങ്ങി അത് വിജയകരമാവാൻ നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ അതൊരു വലിയ ദുഷ്കരമായ ദൗത്യമാണ്. അത്രയേറെ ഭാരമുള്ള പാറക്കല്ലുകളാണ് ഇടിഞ്ഞു വീണിട്ടുള്ളത്. അത് മാറ്റാൻ ആവശ്യമായ, അതിനുള്ളിൽ പെട്ടുപോയ അജയ് റായെ രക്ഷിക്കാൻ ആവശ്യമായ തരത്തിലുള്ള സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെ ഉള്ള സംഘം അവിടെ ഉണ്ട് എന്നാണ് KU ജനീഷ് കുമാർ MLA നമ്മളോട് പ്രതികരിച്ചത്. കോന്നിയിൽ ഇന്നലെയാണ് പാറമട ഇടിഞ്ഞു വീണത്. അവിടെ ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് പാറക്കെട്ടുകൾ ഇടിഞ്ഞു വീഴുകയായിരുന്നു. രക്ഷാപ്രവർത്തനത്തിനിടെയും ഈ പാറക്കെട്ടുകൾ തുടർച്ചയായി പാറക്കഷ്ണങ്ങൾ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി. അതോടെ ഇന്നലെ രാത്രി രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു. ഇന്ന് രാവിലെ രക്ഷാപ്രവർത്തനം അല്പ സമയത്തിനകം തന്നെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശശി നാരായണനാണ് വിവരങ്ങൾ നൽകിയത്.